അടിസ്ഥാനപരമായിട്ട് സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു സാർ. ഈ സ്മാർട്ട് മീറ്റർ കേരളത്തിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ടോ, അതോ ഇത് രാജ്യം മൊത്തമായിട്ടുള്ളൊരു സംഭവമാണോ, അതോ സംസ്ഥാനത്ത് മാത്രം ചെയ്യുന്നതാണോ? ആ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷനെ പറ്റി എങ്ങനെയാണ് കേരളത്തിലെ അതിന്റെ സ്ഥിതി എന്നുള്ളതൊന്നും സാർ വിശദീകരിച്ചാൽ കൊള്ളാം. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പം ഇന്ന് നമ്മളുടെ ഈ ലോകം മുഴുവനും നമ്മൾ പവർ സെക്ടർ ഒരു വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്രീൻ എനർജി, ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുന്നു. അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ട ആവശ്യകത വരുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, അതെല്ലാം നമ്മൾക്ക്, അതുപോലെ തന്നെ നമുക്ക് ഫോസിൽ ഫ്യൂവലിൽ, അതായത് ഓയിൽ ബേസ്ഡ് ഫ്യൂവൽസ് എല്ലാം ഇല്ലാതാകുന്നു. ഇതെല്ലാം ഒരു വലിയ മാറ്റത്തിന്റെ, പവർ സെക്ടർ മൊത്തം ഒരു മാറ്റത്തിന്റെ വക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ച് നടക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു വേറൊരു ഫേസിലേക്കാണ് എനർജി സിസ്റ്റംസ്, എനർജിയുടെ ഇത് തന്നെ ആവശ്യകത, മനുഷ്യന്റെ എനർജി സെക്യൂരിറ്റി എന്നുള്ളത് ആവശ്യകത വേറൊരു ഫേസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായി. അപ്പൊ ആ മാറ്റത്തിനനുസൃതമായിട്ട് നമ്മളുടെ കൂടുതൽ ഒപ്റ്റിമലായിട്ടും കൂടുതൽ കാര്യക്ഷമതയോടെയും സിസ്റ്റത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 85% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഫോസിൽ ഫ്യൂൾസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യായി. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കൊരു എനർജി സെക്യൂരിറ്റി ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എനർജി സെക്യൂരിറ്റി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ ഫോസിൽ ഫ്യൂവലിന്റെ ഡിപ്പെൻഡൻസ് കുറച്ചുകൊണ്ട് വരണം. അപ്പൊ നമുക്കറിയാം ഓയിൽ ഡിപ്പെൻഡൻസ്. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റിയുടെ ഡിപ്പെൻഡൻസിലേക്ക്, അതായത് നമ്മൾക്ക് കൺവെൻഷണൽ എനർജി ഇതിൽ നിന്ന് മാറി നമുക്ക് ഗ്രീൻ എനർജിയിലേക്ക്, റിന്യൂവബിൾ എനർജിയിലേക്ക് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇതിനെല്ലാം ഉതകുന്ന രീതിയിൽ ഉപഭോക്താവിന്റെ ഉപഭോഗത്തിന്റെ പാറ്റേണും അവർക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇവോൾവ് ചെയ്യണം. ഇതുകൊണ്ടിരിക്കുകയാണ്, ചെയ്തേ പറ്റും. അപ്പൊ അതിനെല്ലാം സാധ്യമായ രീതിയിൽ ഒരു സിസ്റ്റത്തിന്റെ ഉപയോഗമാണ് നമ്മൾ ആവശ്യമുള്ളത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ മീറ്റർ എന്ന് പറഞ്ഞാൽ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനമാണ്. എനർജി മെഷർ ചെയ്യുക, അത് വിൽക്കുന്ന ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി നടന്നിട്ട് അത് വിറ്റ് കാശ് വാങ്ങിക്കുക, അതാണ് നമ്മുടെ മീറ്ററിന്റെ ഉപയോഗമായിട്ട് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറുകയാണ് മീറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിൽ നിന്ന് മാറുകയാണ്. സ്മാർട്ട് മീറ്റർ വന്നപ്പോൾ പോലും ആദ്യകാലത്തെ സ്മാർട്ട് മീറ്ററിന് അത് തന്നെയായിരുന്നു ഉപയോഗം. കമ്മ്യൂണിക്കേഷൻ നടത്തും, അതുകൊണ്ട് സൈറ്റിൽ പോയിട്ട് മീറ്റർ എടുക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് റിമോട്ടായിട്ട് മീറ്റർ എടുക്കുന്നു, അതിൽ നിന്ന് റീഡിംഗ് ഉണ്ടാക്കുന്നു, അത് ബില്ല് ചെയ്യുന്നു. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ഈ പറയുന്ന റിമോട്ട് മീറ്ററിങ്ങും എന്ന് AMR ആണ് റിമോട്ട് മീറ്ററിംഗ്. റിമോട്ട് മീറ്ററിംഗ് അല്ല ഇത്, ഓട്ടോമാറ്റിക് മീറ്റർ റീഡിംഗ് അല്ല സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്. സ്മാർട്ട് മീറ്റർ തന്നെ ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു. അതിനകത്ത് തന്നെ അത് റീഡിംഗ് എടുക്കുകയും അത് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുകയും എന്നിട്ട് അത് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് പ്രീപെയ്ഡ് മീറ്റർ ഇതുപോലുള്ള മീറ്ററുകളെല്ലാം അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിട്ടാണ് അത് അന്ന് വർക്ക് ചെയ്തിരുന്നത്. അത് മാറി ഇതിനെല്ലാം നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ പാരഡൈം ഷിഫ്റ്റ്, അതായത് നമ്മളുടെ പവർ സെക്ടറിന്റെ ഈ വലിയ ചേഞ്ചസിന് അനുസൃതമായിട്ട് ഒരു സിസ്റ്റം, അതായത് കൺസ്യൂമർ തൊട്ട് ഡിജിറ്റലൈസേഷൻ നമ്മൾ പറയാം. ഇതിപ്പോ ഡിജിറ്റലൈസേഷൻ ആദ്യമേ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ കച്ചവടങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇപ്പൊ ഓരോ 15 മീറ്ററിലെയും റേറ്റ് വെച്ചോണ്ടാണ്. അതെങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് സ്കാഡ ഇത് വെച്ചിട്ട് വിസിബിലിറ്റി ഉണ്ട്, നാഷണൽ വിസിബിലിറ്റി ഉണ്ട്. നമ്മളുടെ എല്ലാ മെയിൻ, അതായത് 220 kV ആൻഡ് എബോവ് ഉള്ള മുഴുവൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും ജനറേറ്റിംഗ് സ്റ്റേഷനുകളും എല്ലാം നമ്മൾ വിസിബിലിറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇന്റർസ്റ്റേറ്റ് രീതിയിൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ പറ്റും. കേരളത്തെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇപ്പം നമുക്ക് ഡൽഹിയിൽ നിന്നോ ബീഹാറിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി കൂടെ കൊണ്ടുവരാനായിട്ട് കൃത്യമായിട്ട് നമുക്കറിയാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ആ വിസിബിലിറ്റി വീണ്ടും കൂടുതൽ ഒപ്റ്റിമൽ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കൺസ്യൂമർ ലെവൽ വരെ വരണം. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൺസ്യൂമറെ നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ. അതിനാണ് OT ആൻഡ് IT ആൻഡ് OT, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജിയിലൂടെ കൊണ്ടുവരികയാണ്. അതിനുള്ള ടെക്നോളജി ഇപ്പോൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടെക്നോളജിനെ മാക്സിമം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് സ്മാർട്ട് മീറ്ററിലേക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ് ശരിക്കും അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, AMI എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് വിചാരിച്ച പോലെ ഇതൊരു മീറ്ററിംഗ് ബില്ലിംഗ് മെക്കാനിസം അല്ല. ഇത് ടോട്ടലായിട്ട് ഒരു അടുത്ത ഫേസ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ കാളവണ്ടിയിൽ നിന്ന് കാറിലേക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബസ്സിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു എയർപ്ലെയിനിലേക്ക് പോകുന്ന പോലെ, അങ്ങനെ ഒരു സ്റ്റേജസ് ആണ് വരുന്നത്. ആ അടുത്ത ഒരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ രീതിയിൽ നമ്മൾക്ക് ഗ്രീൻ എനർജീനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ,
നമ്മൾക്ക് ഓപ്പറേഷൻ എഫിഷ്യൻസി കൊണ്ടുവരാന്, നമുക്ക് ആവശ്യകതയിൽ നമ്മൾക്ക് ഫോസിൽ ഫ്യൂൾ കുറച്ചുകൊണ്ട് വരാന്, ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലോസ് കുറയ്ക്കുക, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുപോലെ എല്ലാ രീതിയിലുള്ള എഫിഷ്യൻസിനെയും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെ ഇവോൾവ് ചെയ്യുകയാണ് AMI കൂടെ, അഡ്വാൻസ്ഡ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ അത് നമ്മളെ ഡിജിറ്റലൈസേഷൻ ഓഫ് ദി എൻടയർ പ്രോസക്ട്, ഇപ്പം കൺസ്യൂമറിന്റെ തൊട്ട് ജനറേഷൻ വരെ ഉള്ള മുഴുവൻ പാർട്ട് അവിടെ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടുകയാണ്. വിസിബിലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൺസ്യൂമർ കാണുന്നു, ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനെ കാണുന്നു, കൺസ്യൂമർ അവിടെ എംപവർ ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ യൂട്ടിലിറ്റിക്ക് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൺസ്യൂമറുടെ ഉപഭോഗം അറിയാൻ പറ്റുന്നു. അത് എത്രമാത്രം അതിനെ കൃത്യമായിട്ട് കൺസ്യൂമർക്ക് കൊടുക്കാൻ പറ്റണമെന്ന് അറിയാൻ പറ്റുന്നു, ജനറേഷനെ കുറിച്ച് അറിയാൻ പറ്റുന്നു, ഉപഭോഗത്തെ കുറിച്ച് അറിയാം. ഇതെല്ലാം കൂടെ കൂട്ടി കൊണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മുടെ AMI എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് സ്മാർട്ട് മീറ്റർ മാത്രമല്ല, സ്മാർട്ട് മീറ്ററിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സ്മാർട്ട് മീറ്ററിന് ഫസ്റ്റ് പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേഷൻ ഒരു സിസ്റ്റമാണ്. പിന്നെ അതിനകത്ത് ഇത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി ഇതിനൊക്കെ ചെയ്യുന്ന ഒരു സെർവറിനകത്ത് ഹെഡൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മീറ്ററും എല്ലാ മീറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവർ സിസ്റ്റം ആണ് ഹെഡൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഹെഡൻ സിസ്റ്റം, അതിനുശേഷം മീറ്റർ ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം, സെർവേഴ്സ്, ഇതെല്ലാം കൂടെ കൂടി ഇപ്പൊ നമുക്കറിയാം ഈ സിസ്റ്റത്തെ എല്ലാം കൂടെ കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് പോകുന്ന പല ടെക്നോളജികളുണ്ട്. IT ടെക്നോളജി, ഇൻഫോർമേഷൻ ടെക്നോളജി ഉണ്ട്, OT ടെക്നോളജീസ്, ഓപ്പറേഷൻ ടെക്നോളജി, IT ടെക്നോളജി എല്ലാം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡിസ്ട്രിബ്യൂഷനിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇതിനെ ഒരുമിച്ച് കൃത്യമായിട്ട് ഡേറ്റ ഓരോ 15 മിനിറ്റിലും എടുത്ത് അതിന് നേരാമണ്ണം അപഗ്രഥിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് AMI സിസ്റ്റം. അതിനെ ഒരു സാധാരണ സിമ്പിളിന്റെ ഒരു മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതിലൊരു ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു സ്മാർട്ട് മീറ്റർ, AMI സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് സിസ്റ്റം. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനം. കാരണം നമുക്കറിയാലോ, ഇന്ത്യ ഒരു നാഷണൽ ഗ്രിഡാണ്, ഒറ്റ ഗ്രിഡാണ്. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എല്ലാവരും ഇലക്ട്രിക്കലി കണക്ട് ചെയ്ത് കിടക്കുക. നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൾബ് തൊട്ട് കാശ്മീരിലെ ഒരാളുടെ വീട്ടിലിരിക്കുന്ന ബൾബ് വരെ ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്. അതിനാണ് നാഷണൽ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ നാഷണൽ ഗ്രിഡ് ആസ് എ ഹോൾ ഒരുമിച്ചേ ഉള്ളൂ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾക്ക് ഒരാൾ മാത്രമായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഒരു സ്ഥലത്തെ ഇൻഎഫിഷ്യൻസി അടുത്ത ആളെ എഫക്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം നാഷണൽ നേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ ഇവോൾവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്നുള്ള പേരിൽ ഒരു സ്കീം കൊണ്ടുവരികയും ആ സ്കീമിൽ കൂടെ ഈ AMI അഡ്വാൻസ്ഡ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലായിടത്തും നടപ്പിലാക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. ഇത് ആവശ്യപ്പെടുന്നതിന് കാരണം നമ്മൾ ഇത് ഒരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ ആണ്, ആവശ്യകതയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതുപോലെ പൈലറ്റ് പ്രൊജക്ടുകൾ പലയിടത്തും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഇത് പൈലറ്റ് പ്രൊജക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും പ്രാക്ടിക്കലായിട്ട് പലയിടത്തും നമുക്ക് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് അറിയില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോ അറിയുന്നിടത്തോളം നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്, കേരളത്തിൽ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് പോർട്ട് ട്രസ്റ്റിൽ ഒരു 850,000 താഴെ മീറ്ററുകൾ അവർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ അവർ അന്വേഷിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് അത് നടക്കുന്നു. പക്ഷെ നാഷണൽ ലെവലിൽ പല സ്റ്റേറ്റുകളിലും വളരെ അതായത് നമുക്കത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 22 കോടി മീറ്ററുകളുടെ ഒരു പ്രൊജക്ട് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ പ്രൊജക്റ്റിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 1 കോടിയിലധികം മീറ്ററുകൾ ഇപ്പം തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, 1.5 കോടിയോളം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. നാഷണൽ ലെവലിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് RDSSന്റെ പാർട്ടായിട്ടും RDSSന് മുമ്പ് ഉള്ള RIPDRPയുടെ പാർട്ടായിട്ടും DDUയുടെ പാർട്ടായിട്ടും IPDSന്റെ പാർട്ടായിട്ടും ഒക്കെ ഇത് ഇംപ്ലിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുക 5-10 കൊല്ലമായിട്ട്. പക്ഷെ കേരളത്തില് ഇതിപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എവിടെയാണ് നമ്മൾ ഇതുവരെ അതിന്റെ സാവധാനത്തിൽ പോകുന്നത്. ഇതാണ് എനിക്ക് AMI കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സാറ് പറഞ്ഞതനുസരിച്ച് മനസ്സിലാകുന്നത് ഈ നമ്മുടെ വൈദ്യുതി വിതരണ ശൃംഖലയുടെ മുകൾ തട്ടിൽ, അതായത് ട്രാൻസ്മിഷൻ ലെവല്, ആ ലെവലിലും ഡിസ്ട്രിബ്യൂഷന്റെ മുകൾ ഭാഗത്തും ഏകദേശം ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ്, സ്കാഡ അറേഞ്ച്മെന്റ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താഴോട്ട് വരുമ്പോഴേ ഒരു കൺസ്യൂമർ ലെവലിലേക്ക് വരുമ്പോഴേ ഇതൊന്നും ഓട്ടോമാറ്റിക് അല്ല. നമുക്ക് ഓട്ടോമാറ്റിക് ബില്ലിങ്ങോ അങ്ങനെയൊന്നും നമുക്ക് പറ്റുന്നില്ല, റിമോട്ട് ബില്ലിംഗ് ഒന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഇനി ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ സ്മാർട്ട് മീറ്റർ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള AMI സിസ്റ്റം എന്നാണ് മനസ്സിലാകുന്നത്. സാറ്, ഇത് കേരളത്തില് എത്രമാത്രം എഫക്റ്റീവായി, കേരളത്തില് ഈ പറഞ്ഞ പോലെ സാറ് ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞെങ്കിലും കേരളത്തിലെ ഈ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അതിനെപ്പറ്റി ഒരു 2 വാക്കും കൂടെ പറഞ്ഞാൽ സാർ. ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റവും ഇൻഡർസ്റ്റേറ്റ്
പവർ ട്രാൻസ്മിഷനും ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അത് മോണിറ്റർ ചെയ്യുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. 2003 ഇലക്ട്രിസിറ്റി ആക്ട് വന്ന ശേഷം നമുക്ക് റീജിയണൽ ലോഡ് ഡെസ്പാച്ച് സെന്ററും നാഷണൽ ലോഡ് ഡെസ്പാച്ച് സെന്ററും, റീജിയണൽ ലോഡ് ഡെസ്പാച്ച് സെന്റർ പണ്ടേ ഉണ്ട്, SRLDC എന്ന് പറഞ്ഞിട്ട് അതേ റീജിയണൽ ലോഡ് ഡെസ്പാച്ച് സെന്റർ പണ്ടേ ഉണ്ട്. പക്ഷേ നാഷണൽ ലോഡ് ഡെസ്പാച്ച് സെന്റർ 2003 ശേഷമാണ്.